എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യായുസ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആടി തീർക്കാൻ സാധ്യതയുള്ള രംഗങ്ങളാണ് ഈ വിശുദ്ധ വാരത്തിലുണ്ടാവുക. നാളെ ഓശാന, എല്ലാവരും വരുമല്ലേ അവന് കൂടെ ഓശാന പാടിക്കൊണ്ട്, നീയാണ് രാജാവ്, നീയാണ് മിടുക്കൻ, കൊള്ളാം, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് വസ്ത്രങ്ങളൊക്കെ വിരിച്ച് എന്തെല്ലാം കൊടുക്കാമോ അതെല്ലാം കൊടുത്തുകൊണ്ട് രാജാവായിട്ട് വാഴിക്കാൻ അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനമാണ് നാളെ നമ്മൾ കാണാൻ പോവുക. പ്രിയമുള്ളവരെ, ഓരോ ഓശാനയും ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. സ്തുതിപാഠകരായിട്ട് കൂടെ വരുന്നവരും ഓശാന പാടലുക്കുമൊക്കെ ഏറിയാല് ഒരാണ്ടുവട്ടത്തിന്റെ ആയുസേ ഉള്ളതെന്ന്. ഓരോ ഓശാനകൾക്കും ഏറിയാല് ഒരാണ്ടുവട്ടത്തിന്റെ ആയുസേ ഉള്ളൂ. അതായത് കഴിഞ്ഞ ഓശാന കിട്ടിയ കുരുത്തോലയാണ് ഈ വിഭൂതിയിൽ ചാരമായിട്ട് മാറിയത്. കഴിഞ്ഞ ഓശാനയിൽ നമ്മളിങ്ങനെ ആഘോഷമായി കൊണ്ടുപോയ ഓലയാണ് ഈ വിഭൂതിയിൽ ചാരമായിട്ട് മാറിയത്. ഓരോരുത്തരും ഓശാന പാടി വരുമ്പോൾ സ്തുതിപാഠകരുണ്ടാകുമ്പോൾ ഓർത്തോണം, നിന്റെ ജീവിതത്തിലുണ്ടായ സ്തുതിപാടലുകൾക്ക് ഏറിയാൽ ഒരാണ്ടുവട്ടത്തിന്റെ ആയുസേ ഉള്ളൂ. നീ ഓശാന പാടിയത് നേട്ടത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, അതുപോലെ തന്നെയാണ്. എവിടെല്ലാം നിനക്ക് ഓശാന പാടൽ ഉണ്ടായിട്ടുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ, ഇതെല്ലാം ഏതോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാ. ഇന്ന് ഓശാന പാടിയവരാണ് വെള്ളിയാഴ്ച അവനെ ക്രൂശിക്കാൻ വേണ്ടി ആക്രോശിക്കുന്നത്. ഇന്ന് ഓശാന പാടിയ അതേ ജനം അതിലും തീവ്രമായിട്ട് പറയും അവനെ ക്രൂശിക്കുക.